എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഷവർമയുടെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്കിൻ്റെ ബണ്ണെന്ന് പറയുന്നത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഷവർമയുടെ അതേ രുചിയിൽ നല്ല ക്രീമി ആയിട്ട് ഫില്ലിങ്സോട് കൂടി വരുന്ന ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 3/4 ഗ്ലാസ്സോളം വരുന്ന ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. നമ്മൾ കൈയൊക്കെ കുത്തി നോക്കുന്ന സമയത്ത് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള ഇളം ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സോളം വരുന്ന വെള്ളം നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഈസ്റ്റും വെള്ളമൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പുളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. അതിനാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3/4 ടീസ്പൂണോളം വരുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ ഒരു വെള്ളമൊക്കെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത കാരണം നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 10-15 എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നന്നായിട്ട് പുളിക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 2.5 ഗ്ലാസ്സോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. പക്ഷേ പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതേ സെയിം ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ്സോളം വരുന്ന മൈദ നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഉപ്പും പൊടിയും നമ്മുടെ ഓയിലും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഉപ്പും ഓയിലൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുന്നാൽ കൂടുതൽ നല്ലതായിരിക്കും. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സാണ് കേട്ടോ. ഇത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഈസ്റ്റിൻ്റെ വെള്ളം നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പൊടി നമ്മൾ കറക്റ്റായിട്ട് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ചൂടില്ലാത്ത ഇളം ചൂടുള്ള പാൽ ഉപയോഗിക്കുക. പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാവ് കറക്റ്റ് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത കാരണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഡബിളായിട്ട് വീർത്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന തൊട്ട് മുന്നേ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവ് അങ്ങോട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കറക്റ്റ് ഒരു 1-1.5 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 1.5-1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി ഇതേ ഡബിൾ സൈസായിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കുക. ഒരുപാട് പഴയ ഈസ്റ്റ് ഉപയോഗിച്ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേ കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു മാവ് നമ്മുടെ കൈയും കൊണ്ട് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ടേബിളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ടേബിളിൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ കുറച്ച് മൈദ ഒന്ന് തൂക്കിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി കോല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കട്ടിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലുള്ളൊരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് മുഴുവനായിട്ടും റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇനി ഓരോ മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവ് നമ്മളിനി ആവിയിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തതിൽ കൂടാതെ നമുക്ക് ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ആ ഒരു മാവ് ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് ബലം കൊടുത്ത് പരത്തിയെടുക്കാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് ബലം കൊടുത്തെന്ന് കഴിഞ്ഞാൽ മാവ് എല്ലാം കൂടി അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു. ആ ഒരു മാവ് ഒന്ന് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ നമ്മുടെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് കുറച്ച് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സ്നാക്ക് വെന്തെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു തട്ടിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ മാവും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ കുഴികളിലായിട്ടും അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള സ്പേസിലായിട്ടും ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സ്റ്റീമറിൻ്റെ അടപ്പിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കറക്റ്റ് ഒരു 20-25 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാത്രത്തിൽ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫില്ലിങ്സിന് ഉപയോഗിക്കുന്ന എന്ത് വെജിറ്റബിൾസ് ആയാലും അത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റിൻ്റെ അരഭാഗത്തോളം വരുന്ന ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ചെറുതായിട്ട് ക്യാബേജ് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഷവർമയ്ക്ക് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതേപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുരുവും അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും അതേപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെന്ന് കഴിഞ്ഞാൽ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. ഒരുപാട് സമയം അങ്ങോട്ട് ഇട്ട് കറക്കാൻ പാടില്ല. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അതങ്ങോട്ട് അരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചിക്കൻ്റെ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഷവർമ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചിക്കൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയാബീനും ചേർത്ത് കൊടുക്കുക കേട്ടോ. സോയാബീൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മയോണൈസാണ് കേട്ടോ. മയോണൈസിൻ്റെ കറക്റ്റ് അളവ് പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് എന്ന് പറയുന്നത് നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മയോണൈസ് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ട ജസ്റ്റ് ഒന്ന് തോരനാക്കി എടുക്കുക. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മുട്ട സാധാരണ നമ്മൾ ചോറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, തോരനാക്കി എടുക്കാറുണ്ടല്ലോ. മുട്ട ഒന്ന് ചീകി എടുക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട നമ്മൾ ഈ ഒരു സമയത്ത് അവസാനമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട. മുട്ട ചേർത്തെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ആ ഒരു ഷവർമയുടെ ബണ്ണൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ നമ്മുടെ കയ്യോ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലും അതേപോലെ പുറമേ ഭാഗത്തും നല്ലൊരു ഗ്ലേസിങ്ങും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറാണ് ഞാൻ ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. കുറച്ച് ബട്ടർ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആദ്യം വെച്ചെടുക്കുന്നത് കുറച്ച് മയോണൈസാണ് കേട്ടോ. ഈ ഒരു മയോണൈസ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. മയോണൈസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇത് ഈ ഒരു അളവിൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെറിയ 2 ചിക്കൻ്റെ പീസും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ പൈപ്പിംഗ് ബാഗിലുള്ള ബാക്കി മയോണൈസും കൂടി ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കൂടാതെ ടൊമാറ്റോ സോസും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ബണ്ണും ഇതുപോലെ അങ്ങോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഷവർമ ബൗബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഷവർമയും പോക്കറ്റ് ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.